ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ നോർമൽ വേൾഡാണ്. അപ്പോൾ നമ്മൾ വേറൊരു വേൾഡിൽ പോയതായിരുന്നു, പക്ഷെ അവിടെ നമ്മൾ മടുത്ത് ഗായ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വേൾഡിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ വേൾഡിൽ കുറേ ഇതൊക്കെ ചെയ്യും. എനിക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യുകയാണ് ഗായ്സ്. അത് നമുക്കൊന്ന് വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ രാക്ഷസന്മാരെവിടെ? അതെ ഗൈസ്, രാക്ഷസന്മാരല്ല, ക്രീപ്പറുണ്ട്. അപ്പുറം വരെ പോകുന്നത്. അപ്പുറം വരെ എങ്ങോട്ട് തള്ളി പിടിച്ചൊന്ന് പോകുന്നത്. നമ്മളതിനെ പൊട്ടിച്ച് തരും ഗൈസ്. എവിടെയെങ്കിലും പോകും. അയ്യോ, സോംബി. ഇവൻ്റെ പേരാണ് സോംബി. എവിടെ എൻ്റെ ഡയമണ്ട് അങ്ങോട്ട് എടുക്കട്ടെ. ഹീറോ ബ്രെയിൻ്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഡയമണ്ട്. ഇപ്പം നമ്മൾ ഡയമണ്ട് എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് പവർ കൂടുതലാണ്. ഞാൻ ഹീറോ ബ്രെയിനൊന്നും അല്ല, ഞാൻ ഈ പെണ്ണാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം സ്റ്റീവ് എടുക്കാം ഗൈസ്, അതൊന്നും സാരമില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം സ്റ്റീവ് എടുക്കാം. പിടി അങ്ങോട്ട് മാറിക്കട്ടെ. അയ്യോ ഗൈസ്, ഞാൻ കുറച്ച് കൂടുതൽ ഇതായിട്ട് ഗൈസ്. പ്രോ പ്ലെയർ എന്ത് ചെയ്യാനാ ഗൈസ്, പ്രോജക്റ്റ് ആയി പോയില്ലേ. അപ്പോൾ നമ്മൾ ഇനി പോവുകയാണ്. ഇനി നമുക്കൊരു സ്ഥലം കണ്ടിരിക്കുന്നു ഗൈസ്. വേണ്ട, അവിടെ മൊത്തം വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കും. വില്ലേജ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഗൈസ്? ഓ, ദേർ ഈസ് എ വില്ലേജ് എന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ അവൻ്റെ കാര്യം जो लोग ग्रो करते हैं ना, स्मार्ट बॉय है. ഇവൻ മരുഭൂമി ജീവിക്കുന്നതുകൊണ്ട് ഇവനെ കാണാൻ കുറച്ച് വ്യത്യാസമായിരിക്കും സാധാ സോംബിന്. അതുപോലെ തന്നെ പവർ ഉണ്ടാകുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല, അതെന്നോട് ചോദിക്കണ്ട. അപ്പോൾ നമ്മൾ ഇവനെ എവിടെ ക്രീപ്പറിൽ നിന്ന് കുഴിച്ചു. ഇവിടെ നിറച്ചിതാണല്ലോ ഒരു കൂട്ടമുണ്ട് ഗൈസ്. കൂട്ടമെന്ന് വെച്ചാൽ കൂട്ടം തന്നെ വന്യണ്ട്. ഇവിടെ നിന്ന് എത്ര കിട്ടിയാലും മതിയാവത്തില്ല ഗൈസ്. അതാണ് ഇവന്മാരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പേടിയില്ല. അത് നമുക്ക് ഒരു വെള്ളി തന്നെയാണ്, പേടിയില്ല. അതേ ഉണ്ട്. ഇപ്പൊ എടി എന്താടി നീ ക്രീപ്പറിന് പ്രശ്നമുണ്ട്. അവൻ്റെ കൂട്ടാളികളെ തന്നെ കൊല്ലും. പക്ഷെ അത് നമുക്കൊരു ഔദ്യോഗികമാണ്. നമ്മൾ മറ്റേ ബോംബ് പൊട്ടിക്കുന്ന തന്നെ കൊണ്ട് ഒരടി ആ ക്രീപ്പർ പൊട്ടിക്കുറിച്ച്. ഇല്ലെങ്കിൽ നമ്മുടെ സാധാ വെപ്പൺസൊക്കെ കൊണ്ട് 2 അടി മതി. അപ്പോൾ ക്രീപ്പർ പൊട്ടിക്കരുത്. അത് വില്ലേജ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ സാധനം കിട്ടിയല്ലോ. ഏത് സാധനമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വഴി വരട്ടെ ഗൈസ്, വരട്ടെ. ഞാൻ എന്തിനാ അവനെ പേടിക്കുന്നത്? അവൻ്റെ 4 അടി ഉണ്ടെങ്കിൽ എന്നെ ഒരു വട്ടം നോക്കിയാണ് വടിയൊക്കെ കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യുന്നത്? അതിൽ നല്ല സാധനമല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. ഡയമണ്ട് കൊണ്ട് 2 അടി മതി ഈ വാള് കൊണ്ട്. പക്ഷേ മറ്റേ നമ്മൾ അതിനെക്കാട്ടി പവർ എന്നൊക്കെ പറയുന്ന സാധനം കൊണ്ട് 3 അടി എനിക്ക് അടുത്താൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇവിടെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ മറ്റേ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നു ഗൈസ്. ഒരു ബോക്സ് പോലത്തെ അത് ഇതിൻ്റെ അകത്ത് എവിടെ ഉണ്ടെന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഗൈസ് കണ്ട് ഈ സാധനം അങ്ങോട്ട് പൊട്ടിച്ചത്. അപ്പോൾ ഗൈസ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇതാ ഒരു വാതിൽ. ഗൈസ് എനിക്ക് വ്യൂ ഒന്നും അല്ല കാണേണ്ടത് ഗൈസ്. എനിക്ക് മറ്റേ സാധനങ്ങൾ, അതിൻ്റെ പേരെന്ത്, ഈ 2 വാതില് വ്യൂ ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. വളരെ ചമ്മ ഞാൻ ഈ വാതിൽ വന്നില്ല. അങ്ങോട്ട് പൊട്ടിച്ച് വന്നേക്കാം മറ്റേ സാധനം. ഓ ഗൈസ്, നമുക്കത് ആ സാധനം പൊട്ടിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. ഇതങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞേക്കാം ഗൈസ്. എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? അയ്യോ. അപ്പോൾ നമ്മൾ സത്യം. അപ്പോൾ നമുക്ക് വേറെ വല്ല സ്ഥലം അത് ക്രീപ്പറായിരുന്നു നോക്കുന്ന ആവശ്യം. ആരാണ് ഗൈസ് അടിക്കുന്നത്?
എന്താ വരുന്നടാ കൊട്ട. ചത്ത് സംഭവം കാഴ്ചകളെ ഞാൻ അമ്പിലും വില്ലിലും ഒതുങ്ങത്തില്ല ഗൈസ്. ഈ ഹാർട്ട് നമുക്ക് ഇനി കൂട്ടിയേക്കാം, ഇല്ലെങ്കിൽ നാം ചാവുന്നതാണ്. ചാവും നമ്മൾ ചാവും. ഇനി നമുക്ക് മറ്റേ അമ്പെടുക്കാം, അമ്പമ്പ്. അപ്പോൾ നമുക്കിനി ആവശ്യമില്ലാത്തത് ഇത് ഏതാണ് ആവശ്യമില്ലാത്തത്? ഈ സാധനം നമുക്ക് വേണ്ടല്ലേ, അത് നമുക്ക് അത്ര ആവശ്യമൊന്നുമില്ല ഗൈസ് എന്ത് പൊട്ടിക്കാൻ. അതുകൊണ്ട് വേറെ സാധനമൊക്കെ പൊട്ടിക്കാൻ, പക്ഷെ നമുക്ക് അമ്പ് കൊണ്ട് ദൂരെ നോക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അമ്പാണ് അങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വാളിത് മതി, കുറച്ച് ലുക്ക് കാണാൻ. പക്ഷേ ഇതാണ് അത് ഞാൻ ഇവിടെയാണ് ഞാൻ പോയത്. ഇനി നമുക്ക് വേറെ വേടാ ഗൈസ്, ഇതിൻ്റെ അകത്ത് വല്ലതും കാണും. ഇതിൻ്റെ അകത്ത് വല്ലതും കാണുമെന്ന് എനിക്കൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ പോയത് ഇതിൻ്റെ അകത്താണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ കാണാൻ സാധ്യത കാണും. ഇതെന്തോ ഗൈസ്, ലാഡറൊക്കെ ഉണ്ട്. ലാഡർ മീൻസ് ഏണി. നമ്മൾ ഭയങ്കര ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ നമ്മൾ ഏണി കയറട്ടെ. ഏണിയിൽ എങ്ങനെ കയറുന്നു? ഇവിടെ കയറിയിട്ട് പൊട്ടിച്ചു നോക്കാം ഗൈസ് നമുക്ക്. ബോണ്ട ഇതേതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ മാരി. അപ്പോൾ നമ്മൾ പുറത്തെത്തി ഗൈസ്. നമ്മുടെ ഇത്ര നേരത്തെ കഷ്ടപ്പാട് ഇതെന്താണ് ഗൈസ് എനിക്കറിയില്ല. മറ്റേ പാത്രം, നമുക്ക് ഇത് എന്ത് സ്ഥലമാണ് ഗൈസ്? നമുക്ക് ഇതിൻ്റെ പൊക്കത്തൊന്നുകൂടി പോയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം ഗൈസ്. ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. നോട്ട് ഹിയർ. അപ്പോൾ നമ്മളിത് ഈ സാധനം പൊട്ടിച്ച് ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഇതൊക്കെ എൻ്റെ ഒരടിക്ക് പൊട്ടുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല. സ്ഥലത്ത് പോയി ഇവിടെ നിന്ന് ചാടി. ഇവിടെ ഹാർട്ടൊന്നും പോയിട്ടില്ല. എന്ത് ചെയ്യാൻ, നമ്മൾ ഭയങ്കര പവർഫുള്ളാണ്. എൻ്റെ സ്യൂട്ടൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മളെ ഹെൽമെറ്റ് വെക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ആ ഹെൽമെറ്റ് ആവശ്യമില്ല, കാരണം നമുക്ക് ഇത്രയൊന്നും ആ ഹെൽമെറ്റ് വെക്കണമെന്നുണ്ട്, പക്ഷെ വെച്ചാൽ നമുക്ക് പറ്റില്ല ഗൈസ്. അതങ്ങനെയാണ്, പറ്റില്ല. അപ്പോൾ ജസ്റ്റ് വെളിച്ചം പോകും. നമുക്കത് അങ്ങോട്ട് മോഷ്ടിച്ച് പോയാൽ ഇവിടെ എന്തോ ബെല്ല് വില്ലേജറൊന്നും ഇല്ലല്ലേ? ബെസ്റ്റ് വില്ലേജറൊന്നും ഇല്ല ഗൈസ്. നമ്മൾ കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തും അങ്ങോട്ട് നേരെ ഞാനിനി എന്ത് ചെയ്യാൻ ഗൈസ്? അപ്പം നമുക്ക് ഇനി ഇത് ആ സാധനം വേണ്ടി അതൊന്ന് നമുക്ക് കൊട്ടി നോക്കാം. എന്ത് കൊട്ടാത്ത നമ്മൾ പിന്നെയും കൊട്ടിയിട്ടില്ല. നല്ല സുഖം. ഇതിൻ്റെ അകത്ത് നമ്മൾ പോയിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിതാ ബെഡ് കിട്ടിയിട്ടുണ്ട്. ബെഡ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ലാത്തത് ഒരു സാധനമുണ്ട്. എല്ലാ ആവശ്യം തന്നെയാണ് ഗൈസ്, അതിന് പറയണ്ടല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നമുക്ക് എന്ത് മാറ്റാം? ഇത് മാറ്റാം ഗൈസ്. ഇത് നമുക്ക് ഇവിടെയൊക്കെ ഇതൊക്കെ എനിക്ക് ഇതൊക്കെ നല്ല ആവശ്യമുള്ള സാധനമാണ്. എന്നാലും നമുക്ക് ബെഡ് വേണ്ട. ബെഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്ഥലം ബാക്കോട്ട് ഇറങ്ങാൻ ഗൈസ്. ഇവിടെ ഇതുണ്ട് ഗൈസ്. ഇത് നമ്മൾ ഒരെണ്ണം അടിച്ചിറങ്ങി പറ്റും. അപ്പോൾ നമ്മളിത് ഈ സാധനം പൊട്ടിച്ചിട്ട് നമ്മൾ പോവാണ്. ഇനി ഇവിടെ പ്രത്യേകിച്ച് വീടൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. അതെ ഗൈസ്, ഇത് വീടാണ്. ഇവിടെ എല്ലാം വെറൈറ്റിയാണ് ഗൈസ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേ കണ്ട ഗൈസ്, ഇവിടെ ചെറിയൊരു സീക്രട്ട് റൂമാണ്. ഇതുവഴി ഓടാൻ ഗൈസ്. നമ്മുടെ ഇതിൻ്റെ അകത്ത് സോംബിയെല്ലാം കയറി നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഗൈസ്. ഞാൻ ഇത് കുറച്ചുകൂടി നീട്ടാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ നീട്ടിയിരിക്കും. വാ. അപ്പോൾ ഈ സാധനത്തിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും കാണും, മിക്കവാറും കാണണം. അങ്ങനെ വേറെ പൊട്ടുന്നില്ലല്ലോ സാധനം. പൊട്ടിയിട്ട് വലിയ പ്രയോജനമില്ല. അത് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാകും നോക്കാം. ഗൈസ്, ഗോൾഡൻ ആപ്പിൾ നമുക്ക് അതിൻ്റെ ഒരു പവർ സാധനമാണ് നമ്മുടെ കയ്യിൽ വരും. ഇനി നമുക്ക് ഇവിടെ ഒരു വീട് സെറ്റാക്കാം. അതിനകത്ത് ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങട്ടെ ഗൈസ്, ഇറങ്ങണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും സ്ക്വയർ ഫീറ്റ് മതിയോ, അല്ലെങ്കിൽ വേണ്ട, ഇവിടം വരെ ഒന്നാക്കി ഇത്രയും സ്ക്വയർ ഫീറ്റ് ആക്കണം. ഓക്കെ, നമ്മളിത് കുറച്ച് കൂടിപ്പോയി ദിവസം. അതെന്ന് വെച്ചാൽ നമ്മളിന്ന് വീടുണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വാ 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 അപ്പോൾ നമ്മളിന്ന് വീടുണ്ടാക്കുവാണ്. യെസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് മൈൻക്രാഫ്റ്റ് വീടുണ്ടാക്കുന്നത്. അല്ലാതെ ഞാൻ ഭയങ്കര ധീരനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സർവൈവ് ചെയ്താണ് ഗൈസ്. അല്ലാത്ത സമയത്തൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴാണ് വീടൊന്നൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇവിടെ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് ചെയ്യാനാണ്, ഞാൻ ഭയങ്കര പ്രോയാണ്. ഇതൊക്കെ പ്രോയെന്നല്ലെങ്കിൽ ചെറിയ പ്രോയാണ്. അതിൻ്റെ ഒരു ലക്ഷണമൊക്കെ എനിക്കുണ്ട്. ഞാൻ ഈ മൈൻക്രാഫ്റ്റ് ഇത്രയും കളിച്ചിട്ട് പോലും ഇല്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കളിക്കുന്നത്. ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളിക്ക് വരണം. നമുക്ക് വീട് വേണം. അല്ല, പറഞ്ഞ പോലെ നമ്മളെന്തിനും ഇത്രയൊക്കെ പൊട്ടിക്കുന്നു? നമുക്കൊരു ബെഡ് മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ എന്നാലും ഇത്രയും പൊട്ടിച്ചല്ലോ, പൊട്ടിച്ചേക്കാം. അപ്പോൾ നമ്മളത് ഈ സാധനം ഇത്രയും മതി ഗൈസ്, ഇത്രയും മതി. അപ്പം തന്നെ ഇത് നമുക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇതെവിടെ 49 ഉണ്ട്. ഇതിൻ്റെ യൂസ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുപോലെ വെച്ചാൽ എന്തെങ്കിലും എടുക്കാം, ഇതിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് ഇത്രയൊന്നും ആവശ്യമില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കുറച്ച് മൂടുവാണ്. അപ്പോൾ ഒരു ഇത്രയൊക്കെ മതി. ഇതെന്തായാലും ഗൈസ് നിർബന്ധം ഇത്രയും നല്ല ഗൈസ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലമൊക്കെ മൂടി ഗൈസ്. ഇതെന്താണ് ഗൈസ്, ചുമ്മാ ഇതൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം മൂടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അതെ, ഇവിടെ ഇതെന്ത് ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇത്രയും സ്ഥലം മതി. ഇത്രയും ഭാഗം വേണ്ട ഗൈസ്. നമുക്കൊരു ബെഡ് വെക്കാനേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഈ ബെഡ് എടുത്ത് കുറച്ചുകൂടി താത്തി വെക്കാം ഗൈസ്. ഇവിടെ ബെഡ് വെക്കണ്ടല്ലോ. ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെഡ് വെക്കാൻ വേണ്ടി സ്ഥലം റെഡി. ബെഡ് എവിടെ? അതൊന്ന് നമ്മൾ അങ്ങോട്ട് ചെയ്താൽ മതി. ബെഡ് നമുക്ക് ഈ ഭാഗത്തേക്ക് താത്താം. എന്തായാലും ഇവിടെ താമസിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇതെവിടെ? അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ ബോക്സ് എടുക്കാം. ബോക്സ് അതെങ്ങനെ എടുക്കുന്നതെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്.